വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ. വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പം സമയം 7:30 ആവാനായിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ഞാൻ ഇന്നലെ 1 മണിയൊക്കെ ആയിട്ടുണ്ട് കിടന്നപ്പോൾ. കുറച്ച് ഹാൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഉറങ്ങിയത്. അങ്ങനെ പിന്നെ ഞാൻ പോയിട്ടൊരു കോഫി ഉണ്ടാക്കുകയാണ്. എനിക്കിങ്ങനെ കുറച്ച് ലേറ്റായിട്ട് ഉറങ്ങി എണീക്കുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊരു എനർജി വേണമെന്ന് തോന്നുന്ന ദിവസങ്ങളുണ്ടാവുമല്ലോ രാവിലെ തന്നെ. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ രാവിലെ തന്നെ കോഫി കുടിക്കും കേട്ടോ. പിന്നെ ഇന്നാണെങ്കിൽ ഞാൻ ഒരു 6:30 ആവുന്നതിൻ്റെ മുന്നേ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുത്തപ്പോൾ ഈ ഒരു ടൈം ആയി എന്നുള്ളൂ. എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. നമ്മളിപ്പം ഡെയിലി വീഡിയോ ഇടുന്നുണ്ടല്ലോ, അപ്പോൾ രാവിലെയാണ് ഞാൻ ആ വീഡിയോൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യലുള്ളത്. പിന്നെ ഇത് നോമ്പിന് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ എന്നും പറയലുണ്ട്, എന്നാലും പറഞ്ഞു എന്നുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് നേരം ജേണൽ ചെയ്യാമെന്ന് കരുതി. ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കലുള്ളൂ കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ അധിക ദിവസവും ബുള്ളറ്റ് ജേണൽ ചെയ്യലുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം തുടങ്ങിയിട്ട് ആകെ 2-3 മാസമേ ആയിട്ടുള്ളൂ. പക്ഷെ എന്നാലും എനിക്കങ്ങനെ അധികം സമയം കിട്ടണില്ല. ഞാൻ ഇനിയിപ്പോൾ ചെയ്യുകയാണെങ്കിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നോട്ട് ചെയ്യുള്ളൂ കേട്ടോ. കൂടുതൽ സമയം ഇരിക്കാൻ എനിക്ക് പറ്റലില്ല. അപ്പോൾ ഇന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് അതൊക്കെ ഒന്ന് വായിച്ച് കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ടു ഡു ലിസ്റ്റും കൂടെ ചെയ്യുന്നുണ്ട്. ഇന്നലെ ടു ഡു ലിസ്റ്റ് എഴുതി വെച്ചുകൊണ്ട് തന്നെ അത് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതുകയാണ്. ഇന്നിപ്പോൾ കാര്യമായിട്ട് ചെയ്യാനുള്ളത്, ഞാൻ ഇന്നലെ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോഡക്റ്റ്സൊക്കെ പാക്ക് ചെയ്യണം, കൊറിയർ ചെയ്യണം. പിന്നെ വേറെ 2 മിനി ഫ്രെയിംസ് ചെയ്യാനുണ്ട്, അതൊക്കെയാണ്. ഇത് വോളിൽ സ്റ്റിക്ക് ചെയ്തതിൻ്റെ ശേഷമാണ് കേട്ടോ ഒരു കാര്യം കൂടെ എഴുതാനുണ്ട് എന്നുള്ളത് ഓർമ്മ വന്നത്. അപ്പോൾ അതും കൂടെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു ഹാമ്പർ ചെയ്യാനുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് നോട്ട് ചെയ്തത്. ഇതിലിപ്പം കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ മിനി പോളറോയിഡ്സൊക്കെയാണ് ആഡ് ചെയ്യാനുള്ളത്, ഫ്ലവേഴ്സൊക്കെ. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഞാൻ ഈ ഒരു ഹാമ്പറിലിട്ടിട്ട് ക്ലോസ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഫ്രെയിംസൊക്കെ ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് റെഡിമെയ്ഡ് ഹാമ്പറാണ് കേട്ടോ, അതുകൊണ്ട് പെട്ടെന്നുണ്ടല്ലോ സെറ്റ് ചെയ്യാൻ. അപ്പം അങ്ങനെ എല്ലാം അതിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ഈ 2 മിനി പോളറോയിഡ്സ് സെറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഇന്നലെ ഞാൻ കാണിച്ചു തന്നില്ലേ, ആ ഒരു പോളറോയിഡ്സ് ഫോട്ടോ കട്ട് ചെയ്തപ്പം ഈ ഫ്രെയിമിലേക്ക് വേണ്ടിയിട്ടുള്ള ഫോട്ടോസ്, ആ 2 ഫോട്ടോ വെച്ചിട്ടാണ് ചെയ്യാനുള്ളത്. ഇത് ഒന്ന് ലൈറ്റ് വുഡൻ ഷെയ്ഡും ഒന്ന് ഡാർക്കുമാണ്. ഞാനാണെങ്കിൽ ഈ ഒരു ക്ലിപ്പ് ഇങ്ങനെ കൈ കൊണ്ട് ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് പറ്റണില്ല കേട്ടോ. കൈ ലാസ്റ്റ് മുറിയായി. പിന്നെ സ്കെയിൽ യൂസ് ചെയ്തിട്ട് തന്നെ ഓപ്പൺ ചെയ്തു. ചില ഫ്രെയിംസിന് ഈ ഒരു ക്ലിപ്പ് ഭയങ്കര ടൈറ്റ് ആയിരിക്കും. നമ്മൾ എത്ര ഓപ്പൺ ചെയ്യാൻ നോക്കിയാലും അങ്ങോട്ട് കഴിയൂല. പിന്നെ ചിലപ്പോൾ ലാസ്റ്റ് ഈ ഒരു ക്ലിപ്പ് നമ്മളിങ്ങനെ ഓവർ പ്രഷർ കൊടുത്താൽ ക്ലിപ്പ് പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ഇരുമ്പിൻ്റെ സ്കെയിൽ യൂസ് ചെയ്തിട്ട് മെല്ലെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. കുറച്ചൊന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് പിന്നെ കൈ വെച്ചിട്ട് തന്നെ തുറക്കാം. അത് ഓപ്പൺ ചെയ്തിട്ട് ഇനി ഈ ഗ്ലാസ് 2 ഞാൻ നല്ലോണം ക്ലീൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഈ 2 ഫോട്ടോസും ഹാമ്പറിൽ വെക്കാനുള്ളതാണ്. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലൊരു കസ്റ്റമറിൻ്റെ ഫോട്ടോസ് റിവീൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പൊത്തി പിടിച്ചിട്ടുള്ളത്.
നേരത്തെ പറയണോണ്ട് പ്രശ്നമല്ല, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ ഹൈഡ് ചെയ്യും. പക്ഷെ ചിലവരാണെങ്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ റീലൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും എന്തിനാ ഫേസ് കാണിച്ച് ഡിലീറ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നത്. ആദ്യം പറയുകയാണെങ്കിൽ നമ്മളതിന് നിൽക്കില്ലല്ലോ, നമ്മൾ വീഡിയോ എടുക്കാനൊന്നും നിൽക്കില്ലല്ലോ. ഇനി എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. പക്ഷെ ആദ്യം ഒന്നും പറയാതെ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ചില ആളുകളൊക്കെ പറയാം. ഈ ഓരോ ഫ്രെയിമിലും 3 ഫോട്ടോ വീതമാണ് കേട്ടോ ആഡ് ചെയ്യാനുള്ളത്. ഇത് ഇപ്പോൾ അധികം ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ 2 or 3 ഫോട്ടോസ് വെച്ചിട്ടാണ്. ഇതിങ്ങനെ വരാനുള്ള കാരണം, ഞാൻ ആദ്യമായിട്ട് മിനി ഫ്രെയിം ചെയ്തത് ഒരാളിങ്ങനെ ചോദിച്ചപ്പോൾ അങ്ങനെ ചെയ്തു കൊടുത്തതാണ്. ആ സമയത്ത് ഫോട്ടോ അവരെന്നെ എനിക്ക് എഡിറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തന്നു. എന്നോട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് 3 ഫോട്ടോ ആഡ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി ഈ ഫ്രെയിം ചെറുതാണ്, ഇനിയിപ്പോൾ ഇതിൽ 3 ഫോട്ടോ കൂടി ആഡ് ചെയ്യാന്ന് പറയുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്, പിന്നെ ഫോട്ടോസ് ഭയങ്കര ചെറുതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുഴപ്പമില്ല ഞാൻ എഡിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ അത് നേരെ പോയിട്ട് പ്രിൻറ്റ് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്യാൻ കേട്ടോ ചെയ്തത്, വേറെ എഡിറ്റ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തതിന് ശേഷം അത് കണ്ടിട്ടാണ് എനിക്ക് പിന്നെ മിനി ഫ്രെയിമിന് കോഡേഴ്സ് തന്നത്. അപ്പോൾ അതിലെല്ലാവരും വിചാരിച്ചത് അങ്ങനെ 3 ഫോട്ടോസ് ആഡ് ചെയ്യാൻ പറ്റും എന്നാണ്, കാരണം അതിൽ 3 ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തത് കസ്റ്റമർ ചെയ്ത് തന്നതാണെന്നുള്ളത്. അപ്പോൾ അവർ പ്ലീസ് ഒന്ന് ചെയ്ത് തരുമോ 3 എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ അധികം ആൾക്കാർക്കും 3 2 ഒക്കെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഒരു ഫോട്ടോ വെച്ച് ചെയ്യണത് ഭയങ്കര കുറവാണ്. നമുക്ക് പ്രശ്നമൊന്നുമില്ല, എത്ര വേണമെങ്കിലും ഇൻക്ലൂഡ് ആക്കാം. പക്ഷെ അതിനനുസരിച്ച് ഫോട്ടോൻ്റെ ഒരു കാണാനുള്ള സ്പേസ് കുറയുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ഫ്രെയിമിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രെയിമിൻ്റെ മുകളിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു റാപ്പ് ഉണ്ടല്ലോ, അത് പറിച്ചെടുക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ഫ്രെയിം ചെയ്യണതിൽ എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് തിങ്. ഞാൻ അതുള്ളത് നോക്കി വാങ്ങും. ചില ഫ്രെയിംസിന് അത് ഉണ്ടാവില്ല, ഓൾറെഡി അങ്ങനെ തന്നെയാണ് വരിക. അപ്പോൾ ഞാൻ അതുള്ളത് ഏതാണെന്ന് നോക്കിയിട്ട് അത് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യൽ, ജസ്റ്റ് അത് പറിച്ചെടുക്കാൻ വേണ്ടി മാത്രം. പിന്നെ ഞാൻ അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് നല്ലോണം സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ മിനി ഫ്രെയിംസ് 2 സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരെ മറ്റേ ഹാമ്പർ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു ഹാമ്പറാണ് കേട്ടോ. അപ്പോൾ അത്ര ഹൈറ്റുള്ള സാധനങ്ങൾ വെക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യണ പോലെ തന്നെ ന്യൂസ് പേപ്പർ ഇങ്ങനെ ചുരുട്ടിയിട്ട് താഴെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് മുകളിലായിട്ട് കറക്റ്റ് സൈസിൽ തെർമാക്കോളാണ് കേട്ടോ കട്ട് ചെയ്ത് വെക്കുന്നത്. ഇനി ഇതിൽ ആഡ് ചെയ്യാനുള്ളത് 2 സെറ്റ് മിനി പോളറോയിഡ്സിൻ്റെ ബോക്സ് ഉണ്ട്, അത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഒന്നൊന്നിൻ്റെ താഴെയായിട്ടാണ് വെച്ചത്. പിന്നെ 4 ഫ്ലവേഴ്സ് വേണം. ബ്ലാക്കും വൈറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബ്ലാക്ക് ഫ്ലവർ യൂസ് ചെയ്യണത്. പക്ഷെ നല്ല രസമല്ലേ കാണാൻ. ഇതങ്ങനെ ആരും ചോദിക്കൂലല്ലോ. പക്ഷേ ഈ ഒരു കസ്റ്റമറിന് ബ്ലാക്ക് വേണമെന്ന് പറഞ്ഞു. പിന്നെ ഹാമ്പറും ബ്ലാക്ക് വേണമെന്നാണ് പറഞ്ഞത്. ഫുൾ ബ്ലാക്ക് കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇതൊരു ബോയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ്. മേ ബി അതുകൊണ്ടാവും അവരിങ്ങനെ ബ്ലാക്കൊക്കെ ചോദിച്ചത്. പിന്നെ ഇതിൽ കുറച്ച് വുഡൻ ക്ലിപ്സും ലൈറ്റ്സും ആണ് കേട്ടോ വേണ്ടത്, ഈ പോളറോയിഡ്സ് ഹാങ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആദ്യം ഞാൻ വിചാരിച്ചു ഒരു ഇതുപോലെ കവറിലാക്കിയിട്ട് വെക്കാമെന്നുള്ളത്. പിന്നെ ഞാനത് മാറ്റിയിട്ട് ഇങ്ങനെ ഒരു പോളറോയിഡൊക്കെ ചെയ്ത് വെക്കണ ബോക്സിൽ തന്നെ ആക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. കാരണം അതാവുമ്പോൾ എനിക്കിങ്ങനെ ഇതിൻ്റെ താഴെ വെക്കാനും എളുപ്പമാണ്, പിന്നെ ഏതും മിസ്സായി പോകുന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു ലൈറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിന് എത്രയാ 30 or 40 അത്രയൊക്കെ ഉള്ളൂ. ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ടൈപ്പിൽ ഈ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. ഒന്നിങ്ങനെ ഫുൾ ടൈം ഓൺ ആയിക്കൊണ്ടേ ഇരിക്കും, ഒന്നിങ്ങനെ ഓണായി ഓഫായി അങ്ങനെ. ആദ്യം ഞാൻ ആ ഒരു ലൈറ്റ് മാത്രം അങ്ങനെ ബോക്സിൽ ഇട്ട് കൊടുത്തു. പിന്നെ എനിക്ക് തോന്നി ഇനി അത് എന്തിലെങ്കിലും തട്ടിയിട്ട് ഒന്നും ഡാമേജ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു വൈറ്റ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ആ ഒരു ബോക്സ് വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ടാണ് കേട്ടോ ഞാൻ ചോക്ലേറ്റ്സ് വെച്ചിട്ടുള്ളത്. 2 ഡയറി മിൽക്കും 2 കിറ്റ്കാറ്റ്സും ആണ്. അത്ര കാര്യങ്ങളെ ഹാമ്പറിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളൂ. ഇനി ഈ 2 ഫോട്ടോസും ജസ്റ്റ് ഈ ഒരു ലിഡിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ ഞാനൊരു സ്റ്റിക്കറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്രയും കൂടെ ആയപ്പം ഹാമ്പറിൻ്റെ പണിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഇന്ന് ഒരു സ്മൂത്തിയാണ് കേട്ടോ ചെയ്യണത്.
ഞാൻ ഒരു ബനാനയും കുറച്ച് സ്ട്രോബെറീസും ഇതുപോലെ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കുറച്ച് പാലും പിന്നെ കുറച്ച് ബദാമും കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്യണത്. ഈ സ്ട്രോബെറീസ് മാത്രം പാലിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പുളിയായിരിക്കുമല്ലോ, അപ്പം എല്ലാവർക്കും അത് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ സ്ട്രോബെറീസ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പകുതി എടുത്തിട്ട് നല്ലോണം വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയതിന് ശേഷം ഇതേപോലെ ഫ്രീസറിൽ വെക്കും കേട്ടോ. എന്നിട്ട് ഇതുപോലെ പഴമോ അല്ലെങ്കിൽ ആപ്പിളോ അങ്ങനെ വേറെ ഏതെങ്കിലുമൊക്കെ ടൈപ്പ് ഫ്രൂട്ട്സ് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പം അത്ര പുളി ഉണ്ടാവില്ല, നല്ല ടേസ്റ്റുമാണ്. ഇത് നല്ല കോംബോ ആണ് കേട്ടോ. ഈ ബനാനയും സ്ട്രോബെറിയും റോബസ്റ്റയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അത് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഫോണിൽ ഇങ്ങനെ കസ്റ്റമേഴ്സിന് റിപ്ലൈ കൊടുക്കലും വേറെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഈ ഒരു സമയത്താണ് കേട്ടോ ഫോൺ അധികവും എനിക്കിങ്ങനെ കുറച്ച് സമയം ഫ്രീ ആയിട്ട് നോക്കാൻ കിട്ടുക. അപ്പോൾ ഞാനിങ്ങനെ വാട്സപ്പ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു കസ്റ്റമറിൻ്റെ മെസ്സേജ് കണ്ടത്. ഞാൻ കാണിച്ചു തരാം. ഇതിൽ പറയണത് ക്യാൻസൽഡ് ഓർഡർ എന്നാണ്. ചിലവരിങ്ങനെയാണ് കേട്ടോ, നമുക്ക് അഡ്വാൻസും തന്ന് ഫോട്ടോസും സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പറയും. റീഫണ്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും അങ്ങനെ അഡ്വാൻസ് പേയ്മെൻറ്റ് റീഫണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ചിലവരും ഒക്കെ ആയിരിക്കും വേണ്ടാന്ന് പറയും. പക്ഷേ ചില കസ്റ്റമേഴ്സ് അതെന്താ തരാൻ പറ്റാത്ത അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നമാക്കും. റീസൺ ചോദിക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു റീസണും ഉണ്ടാവില്ല. എന്തെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ചെക്ക് ചെയ്തിട്ട് പിന്നെ ഞാൻ അഡ്രസ്സ് എഴുതുകയാണ്. ഇന്ന് കൊറിയർ ചെയ്യാനുള്ളതിൻ്റെ ഒന്നും അഡ്രസ്സ് എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒരു പേപ്പറിൽ നോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോഡക്റ്റ്സിൻ്റെ ഒക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുകയാണ്. ഇന്നലെ ചെയ്തതും ഇന്ന് ചെയ്തതും എല്ലാം എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ അത് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അതൊന്നും കാണുന്നില്ല. അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രെയിംസും പിന്നെ ആ ഒരു ഹാമ്പറൊക്കെ പാക്ക് ചെയ്തു. ഫ്രെയിംസ് ഇതേപോലെ തെർമാക്കോൾ വെച്ചിട്ടാണ് കേട്ടോ കവർ ചെയ്തത്. ഹാമ്പർ ജസ്റ്റ് ആ ഒരു ബബിൾ റാപ്പർ മാത്രം. ഇനി ഈ 3 ഹാമ്പേഴ്സും ബബിൾ റാപ്പർ മാത്രം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ പാക്ക് ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം 2:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. ഞാൻ രാവിലെ തുടങ്ങിയതല്ലേ. പിന്നെ ഓരോന്നും ഇതേപോലെ ബ്രൗൺ പേപ്പർ യൂസ് ചെയ്തിട്ടും കൂടെ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് കൂടെ തന്നെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ച കുറച്ച് മിനി പോളറോയിഡ്സും കൂടെ ഉണ്ടായിരുന്നു, അതും പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതെല്ലാം കൂടെ പോയിട്ട് കൊറിയർ ചെയ്യാൻ കേട്ടോ ചെയ്യണത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.